പ്രേക്ഷകരെ ഇപ്പോൾ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എം.എൽ.എ. തിരുവല്ലം ക്ഷേത്രത്തിലെത്തി കർക്കിടക വാവിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക് ഇപ്പോൾ ദിലീപ് കുറ്റിച്ചൽ ചേരുന്നുണ്ട്. ദിലീപ്, ഇപ്പോൾ പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം തലസ്ഥാനത്തെ തിരുവല്ലത്തെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ ഒന്നാണ്. അവിടെ ഈ ബലിതർപ്പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുക്കങ്ങൾ അത് എത്രത്തോളമാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ നേരിട്ട് കണ്ടറിയാനാണ് അദ്ദേഹം അവിടെ എത്തിയിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ തവണ കേരളത്തിലെ പല ബലിതർപ്പണ കേന്ദ്രങ്ങളിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സംവിധാനങ്ങൾക്കെതിരെ വ്യാപകമായിട്ടുള്ള പരാതികൾ ഭക്തർ ഉയർത്തിവിടുന്ന സാഹചര്യമുണ്ടായിരുന്നു. അപ്പോൾ അത് സംബന്ധിച്ചിട്ടുള്ള ആരോപണങ്ങളും കഴിഞ്ഞ തവണ നിലനിന്നിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നേരിട്ട് ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഏകോപിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തവണത്തെ ഈ മുന്നൊരുക്കങ്ങൾ അത് നേരിട്ട് കണ്ട് അറിയുന്നതിലേക്കായി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ തിരുവനന്തപുരത്തെ നേമം എം.എൽ.എ. കൂടിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ തിരുവല്ലം ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ദിലീപ് ഉണ്ട് ഇപ്പോൾ തിരുവല്ലത്ത് നിന്നും. ദിലീപ്, ഇപ്പോൾ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? അദ്ദേഹത്തിൻ്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒരുക്കങ്ങളൊക്കെ നോക്കിക്കാണുകയാണെന്ന് മനസ്സിലാക്കുന്നു. വിശദാംശങ്ങൾ. അല്പസം മുമ്പാണ് രാജീവ് ചന്ദ്രശേഖർ, നിയമമണ്ഡലം എം.എൽ.എ. കൂടിയായ രാജീവ് ചന്ദ്രശേഖർ ഈ പരശുരാമം, അതായത് തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്നത്. അതായത് കർക്കിടക വാവോടനുബന്ധിച്ചുള്ള മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ക്ഷേത്ര ദർശനത്തിന് ശേഷം അല്പസമയത്തിന് തന്നെ അദ്ദേഹം പുറത്തിറങ്ങിയതിനു ശേഷം ഈ മുന്നൊരുക്കങ്ങൾ എല്ലാം വിലയിരുത്തും. അതോടൊപ്പം തന്നെ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡെപ്യൂട്ടി മേയർ ആശാനാഥും അതോടൊപ്പം തന്നെ ബി.ജെ.പിയുടെ നേതാക്കളും അദ്ദേഹത്തിന് ഒപ്പമുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള മുന്നൊരുക്കങ്ങൾ ഏത് രീതിയിലാണ് നടപ്പിലാക്കേണ്ടതും അതോടൊപ്പം തന്നെ ഭക്തജനങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നവും വരാത്ത രീതിയിൽ തന്നെ ഇത്തവണത്തെ കർക്കിടക വാവ് ബലി നല്ല രീതിയിൽ നടത്തണം എന്നൊരു നിർദ്ദേശം അദ്ദേഹം ആദ്യം മുതൽക്കേ നൽകിയിരുന്നു. ഇത് സംബന്ധിച്ചുള്ള അവലോകന യോഗം ഏകദേശം ഒരു മാസം മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ക്ഷേത്ര കോമ്പൗണ്ടിലെ കല്യാണ മണ്ഡപത്തിലെ ഹാളിൽ നടത്തിയിരുന്നു. എന്തായാലും അദ്ദേഹം അല്പസമയത്ത് ഇപ്പോൾ അദ്ദേഹം ക്ഷേത്രത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനാണ് അദ്ദേഹം പുറത്തു വന്നതിന് ശേഷം കുളക്കടവിലും അതോടൊപ്പം തന്നെ ബലിതർപ്പണ സ്ഥലങ്ങളിലേക്കും അദ്ദേഹം സന്ദർശിക്കുകയും അതിനുശേഷം എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ വിലയിരുത്തുകയും അതിനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്യും. പ്രജിത്ത്. ഓക്കെ, ഇപ്പോൾ ദിലീപാണ് തലസ്ഥാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം തിരുവല്ല ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ദിലീപ്.